യേശു കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാനായി ഇന്ന് രാവിലെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളെ കുളക്കടവിലെത്തിയിരിക്കുകയാണല്ലോ. ഈ സമയം തിരുവചനത്തിൽ യേശു കർത്താവ് നമ്മോട് അരുളി ചെയ്ത അന്ത്യകൽപ്പനയിലെ തിരവേദ ഭാഗങ്ങൾ ഈ സമയം വായിച്ചു കേൾക്കാം. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന പകൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ സകല മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലെ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുകയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പാകെ നല്ല സ്വീകാര്യം പ്രാപിച്ചു യേശുക്രിസ്തുവിന്റെ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ശുശ്രൂഷിച്ച് താൻ ദൈവപുത്രനെ തെളിയിച്ച ശേഷം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും തന്നിൽ വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന തൻ്റെ സഭയെ ചേർക്കുവാനായി ഇനിയും മധ്യാകാശത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തേജാദിന്റെ രക്ഷിതാവും കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിരിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിനക്ക് നൽകുന്ന ആയുഷ്കാലം ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ കർത്താവിൻ്റെ വേലയ്ക്കോ ഭംഗം വരുന്ന യാതൊരു പ്രവൃത്തികൾ ഇടപെടില്ലെന്നും കർത്താവിൻ്റെ വിശുദ്ധ മണവാട്ടിയായി തന്നെ സൂക്ഷിച്ച് ദൈവകൽപ്പന പ്രകാരം ജീവിച്ച് കർത്താവ് തരുന്ന ജീവകരണം പ്രാപിപ്പാൻ നീ നിന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നുവോ? നിന്റെ തീരുമാനപ്രകാരവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന പ്രകാരവും ദൈവജനത്തെയും ഈ ജലാശയത്തെയും ദൈവത്തിൻ്റെ ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനം കഴിക്കുന്നു. ഭരണപര്യന്തം വിശ്വസ്തരായിരിക്കാറുള്ള ജീവകരണം അവർ പേര് കർത്താവിന് മഹത്വം. പ്രിയ അഭിഷേകത്തോട് ചോദിക്കുന്നു, ഭൂമിയിലെ മാനവ രാശിയുടെ രക്ഷയ്ക്കായി സ്വർഗീയ മഹിമ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് മനുഷ്യജന്മമെടുത്ത് പൊന്തിയോസ് പീലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാര്യം പ്രാപിച്ച് തൻ്റെ 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ശുശ്രൂഷിച്ച് താനൊരു ദൈവപുത്രനെന്ന് സ്വയം തെളിയിച്ച ശേഷം നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി തിരുവെഴുത്തിന് പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു നമ്മുടെ നീതീകരണത്തിനായി തിരുവെഴുത്തിന് പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും തന്നിൽ വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവിനെ പകരുകയും തന്നിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരെ പാപം കൂടെ ചേർക്കാനായി രണ്ടാമതും വെളിപ്പെടുവാനിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അഭിഷേകത്തിൻ്റെ കർത്താവും രക്ഷിതാവും ആയി സ്വീകരിച്ചിരിക്കുന്നുവോ? കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിനക്ക് തരുന്ന ആയുഷ്കാലം ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ കർത്താവിൻ്റെ വേലയ്ക്കോ ഭംഗമുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തികളും ഇടപെടില്ലെന്നും കർത്താവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ച് വിശുദ്ധ കന്യകയായി നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നീ തീരുമാനിച്ചിരിക്കുന്നുവോ? കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ഏറ്റുപറച്ചിലിൻ്റെയും കർത്താവ് യേശു ക്രിസ്തു അന്ത്യകൽപ്പനയുടെയും വെളിച്ചത്തെയും ഈ സഭയെയും ദൈവജനത്തെയും ജലാശയത്തെയും ദൈവത്തിൻ്റെ ദൂതന്മാരെ സാക്ഷി നിർത്തി ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തമായിരിക്കുന്ന ജീവകരണം ഇതിലിടെ
യേശു എൻ പാപം തീർത്തന യോഹന്നയോട് ഞാൻ ചോദിക്കുന്നു, മാനവരാശിയുടെ പാപമോചനത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരിക. പീലാത്തോസിന്റെ മുമ്പാകെ നല്ല സ്വീകാര്യം പ്രാപിച്ചു. 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ശുശ്രൂഷിച്ച് താൻ ദൈവപുത്രൻ സ്വയം തെളിയിച്ച ശേഷം നമ്മുടെ പാപത്തിനായി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് നമ്മുടെ നീതീകരണത്തിനായി തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും തന്നിൽ വിശ്വസിക്കുന്ന സഭയുടെ പരിശുദ്ധന്മാരെ പകരുകയും തന്നിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടുവാനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ നീ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന ആയുഷ്കാലം കർത്താവിൻ്റെ വേലയ്ക്ക്, ദൈവസഭയ്ക്ക്, ദൈവനാമത്തിന് ഭംഗമുണ്ടാകുന്ന യാതൊരു പ്രവൃത്തികളുടെ ഇടപെടത്തിലും നിന്നെ തന്നെ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ വിശുദ്ധ കന്യകയായി കാത്തിരുന്ന് ദൈവകൃപ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അന്ത്യകൽപ്പന പ്രകാരം നിന്റെ വാമയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ ദൂതന്മാരെയും ഈ ജലാശയത്തെയും ദൈവസഭയെ സാക്ഷി നിർത്തി ഞാൻ നിന്റെ പിതാവിൻ്റെയും നാമത്തിൽ സ്നാനം മരണപര്യന്തം വിശ്വസ്തയായിരിക്കുന്ന ജീവകിരീടം നീ പ്രാർത്ഥിക്കുന്നു.